ഞാൻ പെന്തക്കോസുകാരനാണ്, അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം സാത്താൻ്റെ മക്കളാണ് എന്നുള്ള ചിന്തയാണ് സാധാരണ പെന്തക്കോസുകാർക്കുള്ളത്. ഞാൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകുന്നെന്നുള്ള ചിന്തയാണ് ഒരുമാതിരി ട്രഡീഷണലായിട്ടുള്ള പെന്തക്കോസുകാർ എല്ലാം ഉള്ളത്. അവരെ കാണുന്നതോ അവരോട് സംസാരിക്കുന്നത് പോലും വെറുപ്പായിട്ടുള്ളവർ. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഈ ലോകത്തിൽ ജനിച്ചവരാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അന്യോന്യം ഒരു ബന്ധവും ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമുക്ക് ആവശ്യമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു റീജിയൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ നമ്മൾ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, പറയുന്നതും ശരിയല്ല. എങ്കിൽ പോലും സഭയുടെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ചും അത് നിരാശയുണ്ടോ? ഐ പി സിയുടെ ഇപ്പോഴത്തെ പോക്ക് അനുസരിച്ച് എനിക്ക് വളരെ നിരാശയാണുള്ളത്. ഇത് ചില വ്യക്തികളിലാണ് ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഇത് മുഖാന്തരം അനേക പാവപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരും വിശ്വാസികളും വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അവർ കണ്ണീരോട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയും കണ്ണീരും ദൈവം കണ്ട് ഒരു ദിവസം ഇതിനെല്ലാം വ്യത്യാസം വരുത്തുമെന്നുള്ള വലിയൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ചില വ്യക്തികളുടെ ഈഗോ മാത്രമാണ് ഇതിനകത്തെ വിഷയം, അല്ലാതെ കാതലായ വിഷയങ്ങളൊന്നുമില്ല, ഉപദേശപരമായ വിഷയങ്ങളൊന്നുമില്ല, അടിസ്ഥാനപരമായ മറ്റു വിഷയങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമായ ചെറിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഐ പി സിയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് വിരോധമൊന്നുമില്ല പേഴ്സണലായിട്ട്. പക്ഷേ അവരുടെ പോളിസി എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അവരുടെ കഴിഞ്ഞ കാലങ്ങളെ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ, അതിൻ്റെ അകത്ത് നടന്ന ഫ്രോഡ് ഇത്യാദി കാര്യങ്ങളൊക്കെ മുൻപാകെ ദൈവവചനപ്രകാരം നമ്മുടെ ഒരു ധാർമ്മികമായ ഒരു കരുത്ത് ചോർത്തിക്കളയുന്ന സഭയുടെ അത് മുൻപാകെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം പാസ്റ്റർ ടി എബ്രഹാം ഉണ്ട്. 1/2 നൂറ്റാണ്ട് കാലം അമേരിക്കയിൽ ന്യൂയോർക്കിൽ ജീവിച്ച അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് അമേരിക്കൻ മലയാളി സമൂഹത്തെക്കുറിച്ചും അവരുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചും അവർക്കുണ്ടായ സാമൂഹ്യമായ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ കൃത്യമായി പറയുവാൻ സാധിക്കുന്ന ഒരാളാണ്. സ്വാഗതം ചെയ്യാം ഡോക്ടർ ടി എബ്രഹാമിനെ. അച്ഛാ, 50 വർഷം 1/2 നൂറ്റാണ്ട് അമേരിക്കയിൽ ജീവിച്ചു. പക്ഷെ കണ്ടിട്ടൊരു മലയാളിയുടെ ലുക്കാണല്ലോ. അത് മലയാളി ആയി തന്നെ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. അമേരിക്കയിലാണെങ്കിൽ തന്നെയും ഒരു അമേരിക്കൻ ലൈഫല്ല എൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്. മരിക്കുന്നിടം വരെ ഒരു മലയാളി ആയി തന്നെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സത്യത്തിൽ ഈ 50 വർഷം ഒരു നാട് വിട്ട് വേറെടുത്ത് പോയി താമസിക്കുക, ആ സംസ്കാരവുമായിട്ട് ഇഴുകിച്ചേരാനുള്ള ഒരു സ്വാഭാവികമായ ഒരു ടെൻഡൻസി മലയാളികൾക്കുണ്ട്. മലയാളികൾക്ക് മാത്രമല്ല, ഏത് വിഭാഗത്തിലുള്ള ആളുകൾക്കുണ്ട്. എങ്ങനെ അതിനോട് ആ ഒരു ടെൻഡൻസിയോട് റെസിസ്റ്റ് ചെയ്തു നിന്നു ഈ 50 വർഷം? റെസിസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ സമൂഹത്തിലെ നല്ല കാര്യങ്ങളെ സ്വീകരിപ്പാനും തിന്മയായിട്ടുള്ള കാര്യങ്ങൾ അതിന് നമ്മുടെ ജീവിതത്തിലത് സ്വാഗതം ചെയ്യാതെ ജീവിക്കാനുള്ളൊരു താല്പര്യമായിരുന്നു ഇന്നുവരെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അമേരിക്കയിലെ ഈ മലയാളി കമ്മ്യൂണിറ്റിയുടെ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നടക്കുന്ന പല ചടങ്ങുകളിലും അച്ഛൻ അതിൻ്റെ ഭാഗമാണ്. സാധാരണ പാസ്റ്റർമാരൊന്നും ഇത്തരം വേദികളിലൊന്നും പോകാറില്ല. അപ്പോൾ അങ്ങനെ സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതിനകത്തൊക്കെ ഇടപെടുന്ന, അല്ലെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില പ്രൊട്ടസ്റ്റുകൾ കാര്യങ്ങളിലൊക്കെ ഒരു സാന്നിധ്യമായിട്ട് പാസ്റ്റർ ടി എബ്രഹാമിൻ്റെ പേരും സാന്നിധ്യം കണ്ടിട്ടുണ്ട്. ആ ഒരു സ്പിരിച്വൽ ലീഡർ അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിലുള്ള ജീവിതത്തോടു കൂടെ ഈ സാമൂഹ്യമായ കാര്യങ്ങളിലൂടെ ഇടപെടാനായിട്ടുള്ള ഒരു മനസ്സെങ്ങനെയോ ഉണ്ടായി? സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് ഇടപെടാൻ കഴിയും. നമ്മൾ ഇടപെടണം. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇത്രയും കാലം പ്രവർത്തിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ടാകുന്ന പേഴ്സിക്യൂഷന് ഇത്യാദി കാര്യങ്ങളുടെ
വരുമ്പോൾ അതിനെക്കുറിച്ച് ഒരു ബോധം പബ്ലിക്കിൽ ആ വിഷയം കൊണ്ടുവരുവാൻ വേണ്ടി ചിലപ്പോഴൊക്കെ UNOയുടെ മുൻപിൽ പ്രൊട്ടക്ഷനൊക്കെ നടത്തേണ്ട സ്ഥാനത്തൊക്കെ ഞാൻ നിന്നിട്ടുണ്ട്. പ്ലാക്കാർഡും ഒക്കെ പിടിച്ച് നിന്നിട്ടുണ്ട്. അത് ലോകത്തിലുള്ള പല പത്രങ്ങളും അത് ഫോട്ടോ എടുത്തിട്ട് അതാത് രാജ്യങ്ങൾ അതൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സഭയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്തീയ പ്രവർത്തനത്തിന് പ്രതികൂല അവസ്ഥ വരുമ്പോൾ അതിനാരെങ്കിലുമൊക്കെ മുന്നിലിറങ്ങണമല്ലോ. ആ ഒരു നിലവാരത്തിൽ ഞാൻ എന്നാൽ കഴിവതൊക്കെ ഇന്ന് വരെയും ചെയ്തിട്ടുണ്ട്. പൊതുവെ നമ്മുടെ ഒരു രീതി, നമ്മൾ ഈ ആത്മീയമായി മാത്രം കാര്യങ്ങളെ കാണുകയും സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് മാത്രം പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേരളത്തിലാണെങ്കിലും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിലെ പെന്തക്കോസ്ത സമൂഹം എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചിന്തയനുസരിച്ച്, ചിന്തയല്ല യാഥാർത്ഥ്യം അതാണ്, കത്തോലിക്ക സഭ കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്തീയ സമൂഹമെന്ന് പറയുന്നത് ഇന്ന് പെന്തക്കോസ്ത് സമൂഹം. പെന്തക്കോസ്തിനെ ഞാൻ പറയുമ്പോൾ അല്പം വിശാലമായ അർത്ഥത്തിൽ, അതായത് ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകളും ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളും കൂടെ ചേർത്ത് ഒരേ വിശ്വാസം, അതായത് പെന്തക്കോസ്ത് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം എടുത്താൽ മറ്റ് ക്രൈസ്തവ സഭകളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ അംഗസംഖ്യയുടെ കാര്യത്തിൽ പെന്തക്കോസ്ത് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന, കത്തോലിക്ക സഭ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സഭയാണ് പെന്തക്കോസ്ത് സമൂഹം. അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പെന്തക്കോസ്ത് മാത്രമേ വളരുന്നുള്ളൂ. അതായത് ബയോളജിക്കൽ അല്ലാത്ത ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത് പെന്തക്കോസ്തിന് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ ക്രൈസ്തവ സഭകളുടെയും അംഗസംഖ്യ കുറഞ്ഞു വരിക, പല രീതിയിലാണ് കുറയുന്നത്. ഒന്ന്, നമ്മളുടെ ഈ ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞു. ഈ സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളിൽ വിശ്വസിക്കുന്ന, അതിൽ നിൽക്കുന്ന പാരമ്പര്യ ക്രൈസ്തവ സഭകളിലുള്ള സമൂഹങ്ങളിലെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നു. 2, ഇവിടേക്കൊന്നും പുതിയ അംഗങ്ങൾ ഈ സഭകളിലൊന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അവർക്ക് ഇവാഞ്ചലൈസേഷൻ്റെ കാര്യത്തിലൊക്കെ മർത്തോമ സഭയും CSI സഭയും ഒക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവരിലേക്ക് പോലും ആളുകൾ എന്ത് ചെയ്യുന്നില്ല, പുതുതായിട്ട് എത്തിച്ചേരുന്നില്ല. അതേസമയം ഇവിടുത്തെ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി, പെന്തക്കോസ്ത് സമൂഹം, ഈ പറഞ്ഞ സോ കോൾഡ് ന്യൂ ജനറേഷൻ സഭകളും അല്ലെങ്കിൽ ട്രഡീഷണൽ പെന്തക്കോസ്ത് സഭകളും ക്രമാനുഗതമായിട്ട് വളർച്ച പ്രാപിക്കുകയാണ്. അത് 2 രീതിയിലും വളരുന്നു. ഒന്ന്, ബയോളജിക്കൽ ഗ്രോത്ത് റേറ്റ് ഉണ്ട്. രണ്ടാമത്തേത്, ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എല്ലാ വിഭാഗം ആളുകളിൽ നിന്നും, അത് ഹിന്ദുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും മറ്റ് ക്രൈസ്തവ സഭകളിൽ നിന്നും ആളുകൾ ഇതിനോട് കൂടിച്ചേരുന്നത് കൊണ്ട് ഈ സമൂഹം പിന്നെയും എന്ത് ചെയ്യുന്നു, വളർച്ച പ്രാപിക്കുന്നുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന ഒരു സമൂഹമായിട്ട് പോലും, ഞാൻ പറഞ്ഞു വരുന്നത് ജനസംഖ്യയെക്കുറിച്ച് പറയാനല്ല, അംഗസംഖ്യയെക്കുറിച്ച് പറയാനല്ല, ഈ കേരളത്തിൽ ഇപ്പം ഒരു 3 മാസം കഴിഞ്ഞാൽ അല്ലെ 2 മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിലെ ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഒരു മുന്നണികളും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ MLA ആക്കാനോ അവരുടെ സ്ഥാനാർത്ഥിയാക്കാനോ ഇവർ തയ്യാറല്ല, ഇന്ന് വരെ തയ്യാറായിട്ടില്ല. അപ്പോൾ അതെന്ന് പറയുന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ ഇടയിൽ നിന്ന് ഈ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ആളുകൾ കുറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ ലോകം വേണ്ട, ലോകത്തിലൊന്നും വേണ്ട എന്ന ഒരു ഐഡിയോളജി നമ്മൾ പറഞ്ഞ് ജനത്തെ വിശ്വസിപ്പിച്ച് ഇവിടെ നമ്മുടേതല്ല, നമ്മൾ പരദേശികളാണ് എന്ന ഒരു ബോധ്യം നമ്മുടെ ആളുകൾക്ക് പകർന്നു കൊടുത്തതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലോ സാമൂഹ്യ പ്രവർത്തനങ്ങളിലോ നമ്മുടെ ആളുകളുടെ ഒരു പ്രസൻസ് വളരെ കുറവാണ്. അപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടുന്ന് ഒരാളെ പിക്ക് ചെയ്ത് തങ്ങളുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാനോ കേരളത്തിലെ ഒരു നിയമസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. 2, ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റിക്ക് അവകാശങ്ങൾ ചോദിച്ച് സാധാരണഗതിയിൽ നമ്മൾ ചെല്ലാറില്ല. കാരണം നമുക്ക് സ്കൂള്, കോളേജ് അല്ലെ ആശുപത്രി ഇങ്ങനത്തെ ബിസിനസ്സുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും നേടിയെടുക്കേണ്ട ഒരു കാര്യമില്ല, ആനുകൂല്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ വേണ്ടാത്തത് കൊണ്ട് നമ്മളൊരു ബാർഗനിങ് പവറായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവരോട് ഒരു അവകാശം ചോദിച്ച് ചെല്ലുന്നില്ല. ഈ 2 കാരണങ്ങളാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആരും മുഖ്യധാരയിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല, ലീഡർഷിപ്പിലേക്ക് വരുന്നില്ല. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും പെന്തക്കോസ്തുകാരായിട്ടുള്ള ലീഡേഴ്സില്ല.
നിയമസഭയിൽ ഒരു MLA ഇതുവരെ കേരളത്തിൽ പെന്തക്കോസ്തുകാരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനിത് പറയുമ്പോൾ അച്ഛന് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ അറിവുണ്ടോയെന്ന് അറിയത്തില്ല. ഗുജറാത്ത് എന്ന് പറയുന്ന നിയമസഭ, ഗുജറാത്ത് നിയമസഭയിൽ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് പെന്തക്കോസ്തുകാർ എന്തുണ്ട്, MLA-മാരായിട്ടുണ്ട്, ഉണ്ട്. അതേസമയം കേരളത്തിൽ ഇത്രയും പെന്തക്കോസ്തുകാരുള്ള ഒരു സമൂഹത്തിൽ ഒരാൾ ലീഡർഷിപ്പിലേക്ക് വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സാമൂഹിക കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും നമ്മൾ ഇടപെടേണ്ട രംഗങ്ങളുണ്ട്. ആ രംഗങ്ങളിൽ നമ്മൾ ഇറങ്ങണം, അല്ലെങ്കിൽ ഇറങ്ങാൻ നമുക്കതിനുള്ള ഒരു ആത്മീയത്തിന് യോജിക്കാത്തൊരു കാര്യമല്ല, അല്ലെങ്കിൽ അതിനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നൊരു സന്ദേശം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചിട്ടുള്ള ഒരാളാണ് പാസ്റ്റർ ടി എബ്രഹാം. കാരണം അതാ പറയാൻ വന്നു. ഞാൻ ദീർഘമായിട്ട് ഈ കാര്യം അങ്ങ് പറഞ്ഞു, അത് വിശദീകരിക്കേണ്ടത് കൊണ്ടങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മറുപടി പറയാം. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിപ്പാൻ ആൾക്കാർ ഇറങ്ങണം. നമുക്ക് ചില പരിമിതികളുണ്ട്. നമ്മൾ ദൈവവചനപ്രകാരം നോക്കുമ്പോൾ പരിമിതികളുണ്ട്. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ആ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടാതെ അതിലൊക്കെ ഇടപെടണം, സാക്ഷ്യം നിലനിർത്തി. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരു MLA-യോ MP-യോ അതുപോലെ തന്നെ ഭരണതലത്തിലൊക്കെ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം നമ്മുടെ കാര്യങ്ങൾ പറയാൻ ഒരു അവസരം വരുമ്പോൾ നമുക്ക് വേണ്ടി പറയാൻ ആരുമില്ല. അതെ, വോട്ടിന് ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ ശരിയാക്കാമെന്ന് പറഞ്ഞൊക്കെ വരും. ഇന്നുവരെ ശരിയാക്കി, പക്ഷെ അവരാരും ശരിയാക്കത്തുമില്ല, നമ്മളെ നോക്കത്തുമില്ല. കാരണം അങ്ങനെയുള്ള അനുഭവങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ സ്നേഹിക്കുകയും അതുപോലെ രാഷ്ട്രീയ രംഗങ്ങളിൽ MLA-മാരായി പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ പല കാര്യങ്ങളും കേരളത്തിലെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ശരിയാക്കാമെന്ന് പറയും. പക്ഷേ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, അത് പെന്തക്കോസ്തുകാരാ അനങ്ങണ്ടെന്ന് പറയും. ഈ പറഞ്ഞ ആൾ തന്നെ. അത് കേരളത്തിലുള്ള പ്രമുഖരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത കാര്യങ്ങളായത്. ഈ നേതാക്കന്മാർ പലരും ഈ ന്യൂയോർക്കിലൊക്കെ വരുമ്പോൾ അച്ഛനെയൊക്കെ കണ്ട് വലിയ കാര്യമായിട്ട് തീർച്ചയായിട്ടും സൗഹൃദം പങ്കിടുന്നവരുവാ. ന്യൂയോർക്ക് വരുമ്പോൾ എൻ്റെ കാറെ ഞാൻ കൊണ്ട് നടന്നിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ കാര്യമായിട്ട് പല രംഗങ്ങളിൽ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പെന്തക്കോസ്ത് യൂത്ത് ഫെലോഷിപ്പിൽ തന്നെ ഒരിക്കൽ ഒരു MLA ഞാൻ കൊണ്ട് അവിടെ പ്രസൻറ്റ് ചെയ്താ. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ഒരു തലമുറ എങ്ങനെയാണ് അമേരിക്കയിൽ ജീവിക്കുന്നത്, ആ തലമുറയെ കാണണം, അവരോടൊന്ന് സംവാദം ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ. അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളെ സഹായിപ്പാൻ ആരുമില്ല. അതേസമയം മറ്റുള്ള സഭകൾക്ക് പ്രയാസം വരുമ്പോൾ നമ്മൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ കൂടെ നിൽക്കും. അതേസമയം നമുക്കൊരു പ്രയാസം വരുമ്പോൾ ഇവരാരും ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. നമ്മൾ അവർക്ക് വേണ്ടി ജീവൻ കളഞ്ഞ് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അല്ല, അതൊരു ഒരു വലിയ പ്രശ്നം, നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു വലിയ പ്രശ്നം. അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇതാണ്: നമുക്കിവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് എന്തോ ഒരു പാപമായിട്ട് നമ്മൾ കണക്കാക്കുകയും അതിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. അല്ലല്ല, അവിടെ പാപമുണ്ട്, രാഷ്ട്രീയ പക്ഷെ നമുക്ക് അതിൽ ഇടപെടാതെ നിൽക്കാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഇടപെടാതിരിക്കാൻ കഴിയും. അതിപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്താലും ഏത് രംഗത്താണെങ്കിലും ഒരുവനെ തെറ്റിപ്പോകാനുള്ള ഓപ്ഷൻസ് ഇഷ്ടംപോലെ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാനം നോക്കുക, എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ? ഒന്നുമല്ല. എല്ലാവരും ആത്മീയരാണോ? ഒന്നുമല്ല. അതോടൊന്നിച്ച് നമ്മൾ ജോലി ചെയ്യുന്നത്. അതെ. എന്നതുപോലെ തന്നെ നമുക്ക് ലഭിച്ച വെളിച്ചത്തിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിപ്പാനായി കഴിയും. നമ്മളിലുള്ള വ്യത്യാസം കണ്ട് അവർക്കും ഈ വ്യക്തിയിൽ എന്തോ ഉണ്ടോ എന്നുള്ളത് അവർക്കും തിരിച്ചറിയുവാനായി കഴിയും. അവർക്കും സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു പ്രേരണ ഉണ്ടാകും നമ്മളിൽ കൂടെ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം കേരള പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ മുൻപിൽ
ഞാൻ പാസ്റ്റർ ഇ ടി എബ്രഹാമുമായി സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മനസ്സിലുള്ള കാര്യം ഇതാണ്. നമ്മുടെ സമൂഹം വളരെ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യേണ്ട, ചേഞ്ച് ചെയ്യേണ്ട ഒരു മേഖലയാണിത്. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രാപ്തരായ ആളുകളെ ഒരുക്കിയെടുക്കുവാൻ നമ്മുടെ സഭകൾക്ക് ഒരു ലക്ഷ്യബോധമുണ്ടാകണം. ആ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരണം. ഏത് മുന്നണി എന്നുള്ളതല്ല, ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, നമുക്ക് ഇടപെടുവാൻ പറ്റുന്ന ചില മേഖലകളിൽ ഇടപെടുവാൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ചിലരുണ്ടാകേണ്ടതുണ്ട്. പാസ്റ്റർ ഇ ടി എബ്രഹാം നമ്മെ ഓർപ്പിക്കുന്നത് അതാണ്. അദ്ദേഹം കഴിഞ്ഞ 50 വർഷമായി അമേരിക്കയിൽ താമസിക്കുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആത്മീയ ശുശ്രൂഷകളോടൊപ്പം, തൻ്റെ സാക്ഷ്യം നിലനിർത്തുന്നതോടൊപ്പം അവിടെ നടക്കുന്ന UN-ൻ്റെ മുന്നിലൊക്കെ നടക്കുന്ന ചില പ്രൊട്ടസ്റ്റുകളിൽ നേരത്തെ അദ്ദേഹം ഓർപ്പിച്ചതുപോലെ പ്ലാക്കാർഡും പിടിച്ചുകൊണ്ടാണെങ്കിലും അവിടെ നിൽക്കുവാൻ അദ്ദേഹത്തെ പോലെ ഒരു ആത്മീയനായ ഒരു ദൈവദാസൻ തയ്യാറാകുമ്പോൾ ആ മാതൃക നമുക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുകയാണ് എന്ന് മാത്രം ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം വിടുന്നു. അച്ഛൻ കഴിഞ്ഞ 50 വർഷം മുമ്പ് ആണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കൻ ജീവിതം കഴിഞ്ഞ 50 വർഷത്തെ ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിച്ചാൽ മലയാളി പെന്തക്കോസ്ത് സമൂഹം അവിടെയുള്ളവർക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ലേ? അവിടെ മലയാളി സമൂഹത്തിന് വളരെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വ്യത്യാസങ്ങൾ ആവശ്യമില്ലാത്ത വ്യത്യാസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ആവശ്യമുള്ള വ്യത്യാസങ്ങളായിട്ടാണ് പോസിറ്റീവായിട്ട് തന്നെയാണ് പലതിനെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ പെട്ടെന്നൊരാൾ ഇന്ത്യയിൽ നിന്നോ കേരളത്തിൽ നിന്നോ അവിടെ വന്നാൽ അവർക്ക് തോന്നും ഇത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നും. കാരണം അമേരിക്കൻ ലൈഫാണെങ്കിൽ തന്നെയും അവിടെ നല്ലൊരു കൾച്ചറുണ്ട്. നല്ല കൾച്ചർ നമുക്ക് കാണാനായി കഴിയും. എല്ലാം നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ആ നിലവാരത്തിൽ കാണാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ആ നിലവാരത്തിൽ നല്ല കൾച്ചർ കാണാൻ കഴിയും. അത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. ആ നിലവാരത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുള്ള ഒരു തലമുറയാണ് അമേരിക്കയിലുള്ള തലമുറ. എന്നാൽ സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷനൊക്കെ അതിനേക്കാൾ കുറച്ചുകൂടെ വിഭിന്നമായിട്ടുള്ള ഒരു തലമുറയാണ്. കാരണം സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അവരവിടെ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ അവർക്ക് കേരളത്തെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. അവർ ജനിച്ചപ്പം മുതൽ കാണുന്നതും സ്കൂളിൽ പോകുമ്പോഴും സഹപാഠികളിൽ നിന്നും മനസ്സിലാക്കുന്ന അവിടുത്തെ കൾച്ചറാണ്. അതുകൊണ്ട് കേരളത്തിലെ കൾച്ചറോ ഇന്ത്യയിലെ കൾച്ചറോ അവർക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാതാപിതാക്കൾ ഫസ്റ്റ് ജനറേഷൻ എന്നെപ്പോലെ ആദ്യകാലങ്ങൾ പോയവർ ആണെങ്കിൽ അവർക്ക് ഞാൻ ചെയ്തതുപോലെ അവർ ചെയ്യുകയായിരുന്നുവെങ്കിൽ കേരളത്തെക്കുറിച്ച് നല്ല അറിവ് അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു മക്കൾക്ക്. കാരണം എൻ്റെ മക്കളെ ഞാൻ സാധാരണ ഇന്ത്യയിൽ കൊണ്ടുവരും, കേരളത്തിൽ കൊണ്ടുവരും. എല്ലാ വർഷവും അല്ലെങ്കിൽ ചില വർഷങ്ങൾ കൂടുമ്പോൾ കൊണ്ടുവന്ന് ഇവിടുത്തെ സാഹചര്യത്തിൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം കേരളത്തോടും അവർക്കൊരു പ്രതിപത്തി ഉണ്ടാകും. അങ്ങനെ എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ ജീവിക്കാൻ വരെ താല്പര്യമുണ്ട്. അത് ഞാൻ അങ്ങനെ ആ രീതിയിൽ ശ്രമിച്ചതുകൊണ്ടാണ്. എന്നാൽ പലർക്കും അത് കഴിയുന്നില്ല. കഴിയാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ട്, ഇത്രയും ദൂരമാണ് ജോലി. ഞാൻ അവരെ കുറ്റം പറയല്ല, അതുകൊണ്ട് അങ്ങനുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്നെപ്പോലെ പോയ ജനറേഷന് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലായിരിക്കും. മനസ്സിലായി. താണ രീതിയിൽ ജോലി ചെയ്ത് ഇവിടുന്നൊക്കെ പോയവരുണ്ട്. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയാത്തത് കൊണ്ട് വലിയ ബുദ്ധിമുട്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ അവരെ ആരെയും കുറ്റം പറയല്ല. മനസ്സിലായി. അവരുടെ സാഹചര്യങ്ങളും അവരനുഭവിച്ച കാര്യങ്ങളും അതിൻ്റെ ഉള്ള രീതിയിൽ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവരോട് എനിക്ക് വളരെ ബഹുമാനമാണ്, സ്നേഹമാണ്. പക്ഷേ അവരെ കൊണ്ട് അത് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ കഴിയാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് ആണ് സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷന് നമ്മുടെ കേരളവുമായിട്ടോ ഇന്ത്യയുമായിട്ടോ ഒരടുപ്പമില്ലാതെ പോയത്.
എനിക്ക് തോന്നുന്നു അച്ഛനാണെന്ന് തോന്നുന്നു ഇപ്പം ന്യൂയോർക്കിലുള്ള ഏറ്റവും സീനിയർ മോസ്റ്റ് ശുശ്രൂഷകൻ അല്ലെ പാസ്റ്റർ ഉം. അല്ലെ മലയാളികളുടെ കൂട്ടത്തിൽ. മലയാളിയുടെ കൂട്ടത്തിൽ ഞാനല്ല സീനിയർ മോസ്റ്റ്. പാസ്റ്റർ KP ടൈറ്റസ് ഉണ്ട്. ഓക്കെ, ഉണ്ട്. പിന്നെ MS ശ്യാമുലുണ്ട്. പാസ്റ്റർ പക്ഷേ MS ശ്യാമുൽ. അവരൊക്കെ ആ ശുശ്രൂഷ രംഗത്തു നിന്ന് മാറിയല്ലോ. അവർ റിട്ടയർ ചെയ്തവരാ. ശുശ്രൂഷ രംഗത്ത് നിന്ന് മാറിയെന്ന് നമുക്ക് തീർത്തു പറയാനായി കഴിയത്തില്ല. അല്ല, സഭാ എന്നാലും ഉണ്ട്. ശുശ്രൂഷ അവർ സഭാ ശുശ്രൂഷയിൽ ഒരു സീനിയർ പാസ്റ്റർ എന്നുള്ള നിലവാരത്തിലൊക്കെ അവരായിരിക്കുന്ന സഭയിലുണ്ട്. ഉണ്ട്. എന്നാൽ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവർത്തിക്കുന്നു, ഈ പ്രായത്തിലും പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനായി കഴിയത്തുള്ളൂ. ഓക്കെ, ട്രംപ് ലോകത്തെ മുഴുവൻ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ ഒരു സപ്പോർട്ടറാണെന്ന് തോന്നുന്നു. അതെ. അപ്പം പിന്നെ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകളെക്കുറിച്ച് എന്തു പറയുന്നു? ട്രംപിൻ്റെ നല്ല രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്ന് ലെറ്റർ എനിക്ക് വരാറുണ്ട്. ഞാൻ ചില ലെറ്ററുകൾക്ക് മറുപടി അയക്കാറുണ്ട്. എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എഴുതി അയക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു വൻ ശക്തിയായി തീരണം അമേരിക്ക എന്നുള്ള ചിന്തയാണ് തനിക്കുള്ളത്. ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളത്. അതെ അതെ, ആ ഒരു ചിന്തയാണ് തനിക്കുള്ളത്. ഓക്കെ. അത് തന്നെയല്ല, അമേരിക്ക ലോകത്തിൽ ഒരു ശക്തി അല്ല എങ്കിൽ താണു പോയാൽ മറ്റു രാജ്യങ്ങളൊക്കെ പ്രബലപ്പെടും. അതെ, അവരൊക്കെ കയറി അവർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിച്ചെന്ന് വരാം. ഒരു ജനാധിപത്യ ബോധം ഇല്ലാത്തവരും ഇല്ലാത്ത രീതിയിൽ സ്വേച്ഛാധിപതികളും. അതെ, പ്രത്യേകിച്ച് ചൈന, റഷ്യ ഇത്യാദി രാജ്യങ്ങളൊക്കെ അവർ സ്വേച്ഛാധിപത്യമാണ് അവർക്കുള്ളത്. അതെ അതെ, അവരൊക്കെ കയറി മറ്റ് കൊച്ചു രാജ്യങ്ങളെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അമേരിക്ക ഒരു വൻശക്തിയായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ട്രംപ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നില്ല ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നോ എല്ലാം രാജ്യങ്ങളും തൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്നൊന്നും താല്പര്യത്തോടുമില്ല അല്ല പറയുന്നത്. എന്നാൽ ഈ ദുർശക്തികൾ കൊച്ചു കൊച്ചു രാജ്യങ്ങളെ വിഴുങ്ങാതിരിക്കണമെന്നുള്ള ചിന്തയാണ് തനിക്കുള്ളത്. തന്നെയല്ല, ഈ ടെററിസത്തിനെതിരായിട്ട് അദ്ദേഹത്തിന് വലിയൊരു നിലപാടുണ്ട്. അത് തന്നെ ക്രിസ്ത്യാനികൾക്ക് എവിടെ ക്രിസ്ത്യൻസിന് പേഴ്സിക്യൂഷൻ ഉണ്ടെങ്കിൽ ട്രംപാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ ലോകത്തിൽ ശബ്ദം ഉയർത്തുന്നത്. നൈജീരിയയിലെ പ്രശ്നത്തിൽ ട്രംപ് ഇടപെട്ടു. ഇന്ത്യയിലെ കാര്യത്തിൽ ട്രംപ് ഇടപെട്ടു. അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾക്ക് പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, എതിർപ്പുകൾ ഉണ്ടാകുമ്പോൾ ട്രംപാണ് ശബ്ദിക്കുന്നത്. മുൻകാല പ്രസിഡന്റുമാരെക്കാളൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം അതിനകത്തെല്ലാം ഇടപെടുന്നുണ്ട്. അതെ, ഞാൻ ബുഷിൻ്റെ കാലത്ത് വൈറ്റ് ഹൗസിൽ പോയിട്ടുണ്ട്. ആ സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സമയം പേഴ്സിക്യൂഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കേൾക്കും, ചെയ്യാമെന്ന് പറയും. പക്ഷെ അവരാരും പരസ്യമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുമെന്നുള്ളത് എത്രയേ ഉള്ളൂ, പരസ്യമായിട്ടൊരു വാക്ക് പറഞ്ഞിട്ടില്ല. എന്നാൽ ട്രംപിനെ സംബന്ധിച്ചുള്ള പരസ്യമായിട്ട് പറഞ്ഞു, മേലുകീഴ് നോട്ടമൊന്നുമില്ല, പുള്ളി അങ്ങ് പറയും, ആക്ട് ചെയ്യുക. അതെ, ഓക്കെ. എനിവേ, പിന്നെ അമേരിക്കയിലെ ഈ ട്രംപിൻ്റെ പെട്ടെന്നുള്ള പല ഡിസിഷൻസും ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകുലത ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്, താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളിലൊക്കെ രാജ്യം വലിയ ഇന്ത്യക്കാർ വില കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യങ്ങളുണ്ടായി. എനിവേ, ആ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. ഓക്കെ, അച്ഛൻ അമേരിക്കയിൽ 50 വർഷം മുമ്പ് പോയി. അതിനു മുൻപ് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ, അല്ലേ, പത്തനംതിട്ട ജില്ലയിലാണ്, കോട്ടയം ജില്ലയിൽ മല്ലപ്പള്ളിക്കടുത്ത് പുന്നവേലിയാണ് ജന്മസ്ഥലം. മർത്തോമാ കുടുംബമാണ്. ഓക്കെ, ആ കുടുംബ പശ്ചാത്തലം, പാരമ്പര്യം ഒന്ന് പറയാം. അതെ, ഞാൻ മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ പേരൻസിൻ്റെ താല്പര്യം ഞാനൊരു അച്ഛനായി തീരണമെന്നായിരുന്നു. ആ നിലവാരത്തിൽ ഞാൻ മർത്തോമ സഭയിൽ ഞങ്ങളായിരുന്ന പള്ളിയിൽ ശുശ്രൂഷ രംഗങ്ങളിലൊക്കെ സഹായിക്കുകയും, ഒരു ഭക്തിയുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നു. വളരെ ഭക്തിയുള്ള കുടുംബ പശ്ചാത്തലമായിരുന്നു. ഇന്നും ഞാനിപ്പോൾ പെന്തക്കോസ്തിലാണെങ്കിൽ തന്നെയും എനിക്ക് മർത്തോമ സഭയിൽ നിന്ന് ലഭിച്ച പല കാര്യങ്ങളും വളരെ മൂല്യമാണ്.
ഇത് പറയുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് തിരിച്ചു വരാമെങ്കിലും പിന്നെ ഞാൻ മറന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ ബിഷപ്പുമാരുമായിട്ടും മാർത്തോമാ സഭയുടെ ബിഷപ്പുമാർ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ബിഷപ്പുമാർ ഇങ്ങനെ ഇവരുമായിട്ടെല്ലാം നല്ല ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തിയിരിക്കുന്ന ഒരാളാണ്. അതെ. എങ്ങനെ സാധിക്കുന്നത്? ഒരു പെന്തക്കോസ്റ്റിലെ ഒരു പാസ്റ്റർ ആയിരിക്കെ അത് സാധിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു വിശാല മനസ്ഥിതി ഉണ്ടായിരിക്കും, വിശാല കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഞാൻ പെന്തക്കോസുകാരനാണ്, അതുകൊണ്ട് മറ്റുള്ളവരെല്ലാം സാത്താൻ്റെ മക്കളാണ് എന്നുള്ള ചിന്തയാണ് സാധാരണ പെന്തക്കോസുകാർക്കുള്ളത്. ഞാൻ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകുന്നെന്നുള്ള ചിന്തയാണ് ഒരുമാതിരി ട്രഡീഷണലായിട്ടുള്ള പെന്തക്കോസുകാർ എല്ലാം ഉള്ളത്. അവരെ കാണുന്നതോ അവരോട് സംസാരിക്കുന്നത് പോലും വെറുപ്പായിട്ടുള്ളവർ. നമ്മളെല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം ഈ ലോകത്തിൽ ജനിച്ചവരാണ്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് അന്യോന്യം ഒരു ബന്ധവും ഒരു ഫ്രണ്ട്ഷിപ്പും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് ഞാൻ പോകത്തില്ല. അത് ദൈവവചനപ്രകാരമുള്ള പരിധികൾ എനിക്കുമുണ്ട്, അത് വിട്ട് ഞാൻ പോകത്തില്ല. എന്നാൽ മനുഷ്യൻ എന്ന നിലവാരത്തിൽ നമുക്കെല്ലാവർക്കും സഹകരിച്ച് പ്രവർത്തിക്കാവുന്നൊരു സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ പേഴ്സിക്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എപ്പോഴും ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യം, നമുക്ക് നമ്മുടേതായിട്ടുള്ള വിശ്വാസ പ്രമാണമുണ്ട്, നമ്മളങ്ങനെ ആരാധിക്കുന്നു. അത് 4 ഭിത്തികൾക്കുള്ളിൽ നിൽക്കുന്നൊരു കാര്യമാണ്. എന്നാൽ വെളിയിലേക്ക് നമ്മൾ വരുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് എതിരായിട്ടുള്ള പീഡകളൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം. അത് പെന്തക്കോസ്തെന്നോ മർത്തോമ എന്നോ കത്തോലിക്കനെന്നോ യാക്കോബ് എന്നോ വ്യത്യാസമില്ലാതെ ആ രംഗങ്ങളിൽ നമ്മൾ ഒരുമിച്ച് സഹകരിച്ച് നിന്ന് പ്രവർത്തിക്കണം. അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, എൻ്റെ മനസ്സെന്ന് പറയുന്നത് ആ ഒരു വിശാല മനസ്സാണ്. അപ്പം ആ നിലയിൽ സമുദായ സഭകളുടെ ലീഡേഴ്സുമായിട്ടും ബിഷപ്സുമായിട്ടും ഒക്കെ സഹകരിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അവരുടെ മനോഭാവം പിന്നെ പാസ്റ്റർ ടി എബ്രഹാമിനോട് അവരുടെ മനോഭാവം എന്തായിരുന്നു? അവരുടെ മനോഭാവം, ഞാൻ ഇടപെട്ടവരോടെല്ലാം എന്നോട് വളരെ സ്നേഹമായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത്. ഞാൻ മർത്തോമയുടെ മെട്രോപൊളിറ്റൻ തേഡോസ് തിരുമേനിയുടെ അരമനയിൽ പോയിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹം ഒരു സഭയുടെ നേതാവെന്നുള്ള നിലവാരത്തിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലാണ്ട് അദ്ദേഹത്തെ ഞാൻ കാണുന്നത് വേറൊരു രീതിയിലല്ല. മനസ്സിലായി. അദ്ദേഹത്തെ ഞാനൊരു നല്ല ഒരു ചർച്ചിൻ്റെ ലീഡറായിട്ടും അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ള ചിന്താഗതിയിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. സഹകരിക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എപ്പോഴും സഹകരിപ്പാൻ ഞാൻ സന്നദ്ധനാണ്. അതുപോലെ മറ്റ് ബിഷപ്പന്മാരൊക്കെ ആണെങ്കിൽ തന്നെ, മാർത്തോമാ സഭയിലെ കൂർലോസ് തിരുമേനി ആണെങ്കിൽ തന്നെയൊക്കെ ഞങ്ങൾ അടുത്ത സഹകരിച്ചുകൊണ്ടുണ്ട്. അതുപോലെ മറ്റ് സഭകളിലൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബിലീവേഴ്സിലെ ചർച്ചിൻ്റെ തെയോഫിലോസ് തിരുമേനി കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുന്ന എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങളാരും അവിടെ ചെല്ലുമ്പോൾ എൻ്റെ വിശ്വാസം പറയുകയോ അവരുടെ വിശ്വാസം എന്നോട് പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അതെല്ലാം ഒരു പക്വമായിട്ടും പിന്നെ നമുക്ക് ചില മേഖലകളിൽ സഹകരിക്കാവുന്ന മേഖലകളിൽ സഹകരിക്കാം. ഇതൊന്നും ഉപദേശപരമായ വിഷയങ്ങൾ തർക്കിക്കാനുള്ള സമയമല്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ വെറുതെ തർക്കത്തിന് സമയം ചിലവഴിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് അച്ഛൻ്റെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ അങ്ങോട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയത്. ഓക്കെ, പറഞ്ഞു. അത് മർത്തോമാ സഭയിൽ ജനിച്ചു വളർന്നു. അവിടുത്തെ പൈതൃകം എനിക്ക് വളരെ നന്നായിരുന്നു. ഞാൻ ആ രീതിയിൽ വളർന്നു വന്നു. അതിനുശേഷം ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം പഠിക്കാൻ പോയ SIBC-യിൽ. SIBC-യിലെ പഠനത്തിന് ശേഷം ഞാൻ ഈ മർത്തോമക്കാരൻ എങ്ങനെയാണ് SIBC പോയത്? അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരെന്നെ അങ്ങ് എടുത്തു. അല്ല, അങ്ങനെ അപ്ലൈ ചെയ്യാൻ എന്തോ കാര്യം? ഞാൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യം എനിക്ക് അതിന് മുൻപ് ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൂടെ പറഞ്ഞാലേ ശരിയാകുള്ളൂ. ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം, എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡിപ്ലോമ കോഴ്സിന് പോയി. പിന്നെ UP-യിൽ
അന്ന് അവിടുന്ന് എയർ കണ്ടീഷൻ്റെ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞു. അന്ന് അവിടെ ഞാനായിരിക്കുന്ന സമയത്ത് അവിടെ മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഓക്കെ. ഞങ്ങൾക്കൊരു പ്രാർത്ഥന ഗ്രൂപ്പോ മറ്റൊന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാനൊന്നും മർത്തോമക്കാരനാണല്ലോ. അതെ. അപ്പോൾ അവിടെ കത്തോലിക്കരുണ്ട്, യാക്കോക്കാരുണ്ട്, എല്ലാ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ സമ്മിശ്രമായിട്ടുള്ള ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങ്. അതെ. എന്നിട്ട് എക്യൂമിനിക്കലായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. കാരണം എന്തെങ്കിലും വേണമല്ലോ, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ സ്റ്റുഡൻസ് ആകുമല്ലോ. അതിനങ്ങനെ ഉണ്ടാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ തന്നെ അന്ന് ഞാൻ വേദപുസ്തകമൊക്കെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് സ്നാനപ്പെടണമെന്നുള്ള, വേദപുസ്തകത്തിൽ നിന്ന് ആരും പറയാതെ ഇത് മുതിർന്ന സ്നാനം അല്ലെങ്കിൽ വിശ്വാസ സ്നാനം സ്വീകരിക്കണമെന്നുള്ളൊരു മനസ്സ് എനിക്കന്ന് അത് വായിച്ചുണ്ടായത്. ആ ചരിത്രം പറഞ്ഞാൽ അന്ന് വിശ്വാസ സ്നാനത്തിന് വേണ്ടി ഞാൻ തയ്യാറായി. അന്ന് അവിടെങ്ങും പെന്തക്കോസ്ത് സഭകളില്ല ഞാൻ പഠിച്ച സ്ഥലത്തെങ്ങും. പിന്നെ പെന്തക്കോസ്ത് സഭയുണ്ട് ലക്നൗവിൽ മാത്രമേ ഉള്ളൂ. അത് 4 മണിക്കൂർ ട്രെയിനിൽ പോയെങ്കിൽ മാത്രമേ അവിടെ എത്താൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഞാൻ തിരക്കിയും ചോദിച്ചും പറഞ്ഞ് അവിടെ അസംബ്ലീസ് കോഡിൻ്റെ ഒരു വർക്കുണ്ട്. അന്ന് പാസ്റ്റർ പാപ്പി മത്തായിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇന്നും അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ എഴുതി, ഇപ്പോൾ സ്നാനപ്പെടാൻ ഉള്ള തീരുമാനമാണ് എന്ന് പറഞ്ഞ് എഴുതി. എന്നാൽ വന്നാൽ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ പിന്നീട് ജോലി കാര്യങ്ങൾക്കൊന്നും പോയില്ല. ഈ കൊടുത്ത ഡിപ്ലോമ എല്ലാം പാസ്സായി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് എനിക്ക് ബൈബിൾ സ്കൂളിൽ പോകണമെന്നൊരു താല്പര്യമുണ്ടായി. അവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ SIBCയിൽ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ വീട്ടിൽ അനുവാദമൊന്നും ചോദിക്കുക? ഇല്ല, വീട്ടിൽ അനുവാദമൊന്നും ചോദിച്ചില്ല. വീട്ടിൽ പറഞ്ഞില്ല ഈ സ്നാനപ്പെട്ട? വീട്ടിൽ സ്നാനപ്പെട്ട കാര്യം പിന്നീട് അറിഞ്ഞത്. അപ്പോൾ അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ഞാൻ മർത്തോമക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെടുത്തെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാൾ ഇവിടെ വന്നാൽ അയാൾ ഇവിടെ തന്നെ നിന്നോളും, ചാടിപ്പോവുക എന്നുള്ള ചിന്ത അവർക്കുണ്ടായി കാണും. അതുകൊണ്ടാണ് എന്നെ എടുത്തെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അങ്ങനെ പിന്നെ അവിടെ പോയി പഠിച്ചു. അതിനുശേഷം ആണ് ഞാൻ ഇന്ത്യ എവരിയോം ക്രൂസൈഡിൽ ചില നാളുകൾ വർക്ക് ചെയ്തു. സി ജോർജ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തു. ചില മാസങ്ങൾ മാത്രം. UPയിലായിരുന്നു എൻ്റെ കേന്ദ്രം. അവിടെ വർക്ക് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഡൽഹിയിലേക്ക് വരുന്നത്. ഡൽഹിയിൽ വന്നപ്പോഴാണ് KV പിള്ളയുമായിട്ട് പരിചയപ്പെടുത്താൻ ഇടയായത്. അപ്പോൾ KV പിള്ളയുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടം. അവർക്കൊരു ബൈബിൾ സ്കൂൾ തുടങ്ങാനുള്ള താല്പര്യമുള്ള സമയം. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഗുഡ്ഗാവിൽ പോയി 65 ഏക്കർ ഞങ്ങളൊന്ന് മേടിക്കുന്നത്. അന്ന് അത് വാങ്ങുമ്പോൾ അച്ഛനുണ്ട്? ഞാനവിടെ ഉണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ വിവരിച്ച് പറയണോ? പറയുകയാണെങ്കിൽ അന്ന് 65 ഏക്കർ അവിടെ വിൽക്കാൻ കിടക്കുകയാണ്. അപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ ഡൽഹിയിലാണ്. ആളിങ്ങനെ പരസ്യം കണ്ടുകൊണ്ട് KV പിള്ള അദ്ദേഹത്തെ വിളിച്ചു. ഞാനും KV പിള്ളയും ആനിപ്പിള്ളയും കൂടെ പോയി ആ സ്ഥലം കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നീട് ഒരു പ്രാവശ്യം കൂടെ പോയി കാണണമെന്ന് ഞങ്ങൾ തോന്നി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷിക്കാഗോയിൽ നിന്നൊരു സായിപ്പും കുടുംബവും വന്നു. അപ്പോൾ അവരോട് ഈ വിവരം പറഞ്ഞപ്പോൾ അവർക്കും പോയി കാണണമെന്ന്. അങ്ങനെ രണ്ടാമത് ഞങ്ങൾ പോയി. രണ്ടാമത് പോന്നപ്പോൾ അവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ കോമ്പൗണ്ട് മുഴുവൻ ചുറ്റി നടന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു. അദ്ദേഹം സായിപ്പ് പ്രാർത്ഥിച്ചു. അതിനുശേഷം വാങ്ങിക്കാമെന്ന് വാക്ക് കൊടുത്തു. 4.25 ലക്ഷം രൂപയ്ക്കാണ് 65 ഏക്കർ അന്ന് മേടിച്ചത്. 4.25 ലക്ഷം രൂപയ്ക്ക് 65 ഏക്കർ അന്ന് മേടിച്ചത്. അപ്പോൾ അയക്ക് കാശായിട്ട് വേണമെന്ന് പറയും. 4.25 ലക്ഷം രൂപയും കാശായിട്ട് വേണം. ഞാനും ആനിപ്പിള്ളയും കൂടെ കാനറ ബാങ്കിൽ പോയി 4.25 ലക്ഷം രൂപ കാശായിട്ട് എടുത്ത് ബണ്ടിലാക്കി എയർ ബാഗിൽ എൻ്റെ തോളയിൽ ഒരു ബാഗ് നിറച്ച് കാശ്
ആനിപ്പുള്ളിയുടെ കയ്യിൽ ഒരു ബാഗ് നിറച്ച് കാശ്. അങ്ങനെ കാശുമായിട്ട് ഞങ്ങൾ പോയി തഹസീൽദാരുടെ മുൻപിൽ 4.25 ലക്ഷം രൂപ വെച്ചു. അങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുന്നത്. അങ്ങനെ ആ സ്ഥലം ലഭിക്കുന്നു. പിന്നീട് അവിടെ ബൈബിൾ സ്കൂൾ തുടങ്ങി. ഇന്നിപ്പോൾ ഗുഡ്ഗാവ് ഇന്ത്യയിലെ ഏറ്റവും കോസ്റ്റ്ലി സിറ്റികളിലൊന്നും, ഇന്ന് വേൾഡ് ഹെഡ് ക്വാർട്ടർ അവിടെ. അതെ. അന്ന് ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് ഒരു മനുഷ്യനെ കാണുന്നില്ല. ഡൽഹി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും കാണണമെങ്കിൽ ഗുഡ്ഗാവിൽ ചെല്ലണം. അവിടെ ഒരു ഗ്രാമമുണ്ട്, അവിടെ ചെന്നാൽ കുറച്ച് പേരെ കാണാം. അങ്ങനായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യനെയും കാണത്തില്ല. ഇപ്പോഴത് വലിയ പട്ടണമായിപ്പോയി. പിന്നെ ആ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ആദ്യം അവിടെ ടെൻ്റ് അടിച്ച് ആ ടെൻറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് കിടന്നത്. 950 രൂപയ്ക്ക് ഞങ്ങളന്ന് ലാൽബാഗിൽ പോയി ഒരു ടെൻറ്റ് മേടിച്ച് ആ ടെൻറ്റ് കൊണ്ടുവന്നിട്ട് ഇവിടെ അടിച്ചിട്ട് ഞാനും ഒരു ചൗക്കീദാരും ഒരു പട്ടിയും ഈ വയലിൻ്റെ നടുക്കാണ്. അത് വലിയ വയലാണ്. ആദ്യകാലങ്ങളിൽ പോയവർക്കറിയാം. 65 ഏക്കർ മാത്രമല്ല, അത് കഴിഞ്ഞ് ചുറ്റും വയലാണ്. അപ്പോൾ കണ്ണെത്താത്ത വയലിൻ്റെ നടുക്ക് ഞങ്ങളൊരു ടെൻ്റ് അടിച്ച് അവിടെ കിടന്നു. എൻ്റെ കൂടെ ആ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ വന്ന ആദ്യത്തെ സ്റ്റുഡൻറ്റ് ബേബിക്കുട്ടി, അദ്ദേഹം ഇന്ന് അമേരിക്കയിലാണ്, അല്ല കാനഡയിലാണ്, അദ്ദേഹം ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഈ 3 പേരാണ് ആ കോമ്പൗണ്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. അതൊക്കെ വലിയ ഓർമ്മകളാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ സുവിശേഷീകരണത്തിൽ 100 കണക്കിന് ആളുകളെ പരിശീലിപ്പിച്ച് പുറത്തേക്ക് വിട്ട ഒരു സ്ഥാപനമാണ്. അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ പറഞ്ഞത് അല്ലേ? അതെ അതെ, ഗ്രേസ് ബൈബിൾ സ്കൂൾ. അതെ, 100 എവിടെ ചെന്നാലും ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു ഗ്രേസ് പ്രോഡക്റ്റിനെ കാണാൻ സാധിക്കും, ഗ്രാജുവേറ്റ്സിനെ നമുക്ക് കാണാൻ കഴിയത്തു. അത് KV പിള്ളയുടെ ഒരു ദർശനമായിരുന്നു. മനസ്സിലായി. എന്നോട് എപ്പോഴും പറയും, ഞാൻ ഈ ബൈബിൾ സ്കൂൾ ഒരു അക്കാഡമിക് ലെവലിൽ കൊണ്ടുപോകാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് തിയോളജി ഒന്നുമില്ലായിരുന്നു, ആ രീതിയിലല്ലായിരുന്നു പോയിരുന്നത്. അപ്പം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഇത് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദർശനം അതല്ല, ഇന്ത്യയെ സുവിശേഷീകരിക്കാൻ വേലക്കാരെ അയക്കുക എന്നുള്ളതാണ് എൻ്റെ ദർശനം. പഠിപ്പിച്ച് വലിയ നിലവാരത്തിലാക്കണമെന്നല്ല എൻ്റെ താല്പര്യം. ഇന്ത്യ മുഴുവൻ സുവിശേഷ വേലക്കാരെ കൊണ്ട് നിറയ്ക്കണം. അതായിരുന്നു തൻ്റെ ദർശനം. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആയുസ് മുഴുവൻ വളരെ ഭംഗിയായിട്ട് അത് മറ്റ് ബൈബിൾ സ്കൂൾ സെമിനാരിയെ പോലൊന്നും അക്കാഡമിക്കലായിട്ടുള്ളൊരു സിസ്റ്റം ഒന്നും അല്ലായിരുന്നെങ്കിൽ തന്നെ ആയിരക്കണക്കിന് സുവിശേഷ വേലക്കാരെ വാർത്തെടുപ്പാൻ ആ സ്ഥാപനത്തിൽ നിന്ന് ഇടയായി തീർന്നു. തീർച്ചയായിട്ടും. ഗ്രേസ് ബൈബിൾ കോളേജ് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒരു വേദ പഠനശാലയായിരുന്നു. ഡോക്ടർ ടി എബ്രഹാം പറഞ്ഞതുപോലെ അതൊരു അക്കാഡമിക്കലി വലിയ സ്റ്റാൻഡേർഡുള്ള അല്ലെങ്കിൽ ഉന്നതമായ ബിരുദങ്ങൾ സമ്പാദിക്കാനുള്ള ഒരു സ്ഥാപനമായിരുന്നില്ല. എന്നാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ ധാരാളം ചെറുപ്പക്കാരെ സുവിശേഷത്തിൻ്റെ പാതയിലേക്ക് നയിച്ച ഒരു സ്ഥാപനമായിരുന്നു അത്. ഡോക്ടർ KV പോൾ പിള്ളയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ആദരവോടെ ഓർക്കേണ്ടതാണ് ഭാരതസഭ. തീർച്ചയായും. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്നത് അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന്, മർത്തോമ കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ചരിത്രമാണ് പറഞ്ഞു വന്നത്. അതിനുശേഷമാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. ഓക്കെ, വിവാഹത്തോടനുബന്ധിച്ചാണ് ഞാൻ അമേരിക്കയിൽ പോകുന്നത്. 1975 മാർച്ച് മാസം 7-ാം തീയതി ഞാൻ ന്യൂയോർക്കിൽ ലാൻഡ് ചെയ്തു. അന്നത്തെ ന്യൂയോർക്ക് ഒന്ന് പറഞ്ഞേ. അന്നത്തെ ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ ന്യൂയോർക്കുമായിട്ട് താരതമ്യം ചെയ്യാൻ ഒക്കത്തില്ല. അന്ന് എല്ലാ കാര്യത്തിനും വളരെ വില കുറവ്, ഇന്നത്തെ പോലല്ലായിരുന്നു. ആൾക്കാർ കുറവായിരുന്നു, പട്ടണത്തിലെ ആൾക്കാർ കുറവായിരുന്നു. ഞങ്ങളന്ന് താമസിച്ചിരുന്ന മൻഹാട്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നത്തെ സിറ്റി ന്യൂയോർക്ക് സിറ്റി എന്ന് പറയുന്ന മൻഹാട്ടൻ. ഇന്ന് മലയാളികളെല്ലാം താമസിച്ചിരുന്ന അവിടെ മൻഹാട്ടനിലാണ്. പിന്നെയാണ് ലോങ് ഐലൻഡിലേക്ക് മൂവ് ചെയ്യുന്നത്. കൂടി വന്നാൽ ഒരു 100 മലയാളി കാണുമായിരിക്കും. അന്ന്
സഭാവ്യത്യാസമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഏത് സഭക്കാരനാണെന്ന് പറഞ്ഞാലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ കൺവെൻഷനൊക്കെ നടത്തുന്ന ഒരുമിച്ചായിരുന്നു. പിന്നാണ് ആൾക്കാർ, ഓരോ സഭക്കാരുടെ ആൾക്കാർ വരികയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. അതിനുശേഷം ഞങ്ങൾ പിന്നെ ക്വീൻസിലേക്ക് മാറി, ചിലർ ന്യൂജേഴ്സിയിലേക്ക് മാറി, അങ്ങനെ മാറി. എന്നാൽ ഇന്ന് മലയാളികളുടെ തലമുറ അമേരിക്കയിൽ മിക്കവാറും സ്റ്റേറ്റുകളിലായിപ്പോയി. അതെ, അവരെല്ലാം ന്യൂയോർക്ക് വിട്ടിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ. ഇപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് മലയാളികൾ വടക്കൻ അല്ലേ വടക്കല്ലേ നോർത്ത് ഈസ്റ്റിലേക്ക് നോർത്ത് ഈസ്റ്റ് ആണ്. ഇപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിൽ നിന്ന് ആളുകൾ അങ്ങ് സൗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ, മിഡ് വെസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മിഡ് വെസ്റ്റ് എന്ന് പറയും ഡാളസ്, ഹൂസ്റ്റൺ, ഈ സ്ഥലങ്ങളിലേക്കാണ് കൂടുതൽ ആൾക്കാരെ പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ പേര് ഫ്ലോറിഡയ്ക്ക് പോകുന്നു. പിന്നെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ അർക്കൻസ, അതുപോലെ ലാസ് വേഗസ്, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആൾക്കാരെ ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ജോലി സാധ്യതകളും മറ്റേ കാലാവസ്ഥയുടെ കാര്യങ്ങളും ഒക്കെയാണ്. കാര്യങ്ങള്, കാലാവസ്ഥ, ജീവിക്കാനുള്ള മറ്റ് സാഹചര്യങ്ങൾ, ഇതൊക്കെ നോക്കിയാണ് ആൾക്കാർ പോകുന്നത്. ഇവൻച്വലി എൻ്റെ വിശ്വാസം അവിടെയൊക്കെ സഭകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ മിക്ക സ്റ്റേറ്റുകളിലും ചെറിയ ചെറിയ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് വരും. ഇപ്പം ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഞാൻ വന്നപ്പോൾ അർക്കൻസാസിൽ പോവുകയും അവിടെ ഒരു മലയാളി കൂട്ടായ്മയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പേരേ ഉള്ളൂ. എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു ദേവദാസിൻ്റെ മകനൊക്കെ അവിടെ പിന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിവേ, കഴിഞ്ഞ 50 വർഷങ്ങൾ അമേരിക്കയിൽ ജീവിച്ചു. കുടുംബം, ആൻറ്റിയെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് 2 മക്കളാണ്, ഒരു മോനും ഒരു മോളും. എൻ്റെ മോൻ വിവാഹിതനാണ്. അവർ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ മോള് വർക്ക് ചെയ്യുന്ന UNOയിലാണ്. എൻ്റെ ഭാര്യ അവിടെ നേഴ്സായിട്ട്, വൈഫിൻ്റെ പേര് സൂസൻ എന്നാണ്. വൈഫിൻ്റെ പേര്. വൈഫ് അവിടെ 30-35 വർഷം നേഴ്സായിട്ട് ജോലി ചെയ്തു. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ലൈഫിലാണ് എന്നാൽ 18 വർഷങ്ങൾക്ക് പിൻപിൽ എൻ്റെ വൈഫിനൊരു സ്ട്രോക്ക് ഉണ്ടായിട്ട് അന്ന് മുതൽ ഇന്ന് വരെയും വീൽ ചെയറിലാണ്. 18 വർഷമായിട്ട് വീൽ ചെയറിലാണ്. ഞാൻ ആൻറ്റിയെ കാണുന്ന കാലം തൊട്ട് ആൻറ്റി വീൽ ചെയറിൽ. പക്ഷേ വീൽ ചെയറിൽ ആണെങ്കിൽ തന്നെയും ഇത്ര പ്ലസൻ്റ് ആയിട്ടുള്ള, ഇത്ര പ്രത്യാശയോടെ സംസാരിക്കുന്ന, ഇത്ര നമ്മളോട് അത്രയും സ്നേഹത്തോടെ സംസാരിക്കുന്ന ഒരാൾ, താൻ ഒരു വീൽ ചെയറിലാണെന്നുള്ള ഇതൊന്നും മുഖത്ത് നമുക്ക് സംസാരത്തിൽ അതാണ് എനിക്ക് എടുത്തു പറയാനായിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ പറയാൻ വന്നത്. അത് മാത്രമല്ല, എനിക്ക് അച്ഛനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത്, ഈ 18 വർഷം ആൻറ്റിയെ പൊന്നുപോലെ നോക്കുന്ന ഒരു അനുഗ്രഹം. ആൻറ്റി ഇവിടെ ഇല്ല, ആൻറ്റിയെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല പറയുന്നത്, എനിക്കത് അറിയാവുന്നത് കൊണ്ട് പറയാം. ഇന്ന് വരെ എൻ്റെ സഹധർമ്മിണി ഒരു നിരാശയുടെ വാക്ക് പറഞ്ഞിട്ടില്ല. ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു, അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്നാൽ 1 വർഷക്കാലമായി എൻ്റെ ഭാര്യ ഡയാലിസിസും കൂടി ചെയ്യാൻ തുടങ്ങിയെങ്കിൽ തന്നെയും ആ ഡയാലിസിസ് സെൻറ്ററിലുള്ള മിക്കവാറും ആൾക്കാർക്കറിയാം ഒരു പാസ്റ്ററുടെ വൈഫാണ്. അവരോടൊക്കെ സുവിശേഷം അവിടെ കിടന്നുകൊണ്ട് പറയാവുന്നിടത്തോളം പറയും. അല്ലാണ്ട് ഡയാലിസിസ് കിടക്കുമ്പം എനിക്കിത് വന്നല്ലോ, സംഭവിച്ചല്ലോ എന്നുള്ള നിരാശയിലല്ല അവിടെ കിടക്കുന്നത്. ആരോടെങ്കിലും സുവിശേഷം പറയാൻ കഴിയുമോ എന്നാണ് എപ്പോഴും നോക്കുന്നത്. അതിന് സാഹചര്യം ലഭിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ പാസ്റ്റർ ടി എബ്രഹാം IPC സഭയുടെ ഈസ്റ്റേൺ റീജിയൻ പ്രസിഡൻ്റാണ്. അതെ. ഈസ്റ്റേൺ റീജിയനിൽ എനിക്ക് തോന്നുന്നു 60ഓളം സഭകളുണ്ട്. ഇല്ല 35 സഭകളാണ്. അത് കുറഞ്ഞതാണോ അതോ നേരത്തെ അത്രയൊക്കെ ഉള്ളൂ? മുമ്പും അത്രയൊക്കെ ഉള്ളൂ. ഉണ്ടായിരുന്ന സഭകളൊക്കെ ഉണ്ട്, പക്ഷേ മെമ്പേഴ്സ് കുറഞ്ഞു. ഇപ്പൊ ഈ മൈഗ്രേഷൻ നടക്കുന്നത്. അതെ. ആ സഭകളൊക്കെ എല്ലാം ഉണ്ട്, മെമ്പേഴ്സ് താരതമ്യേന കുറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ ഡാളസിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട്
കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രമേ. എന്നാലും ഏറ്റവും ശക്തമായ IPC റീജിയനാണ് ശക്തമായ ഒരു റീജിയൻ എന്ന് പറയാം. മിഡ് വെസ്റ്റ് ആണ് കുറച്ചുകൂടെ ആളുള്ളത്. ആളുകളുണ്ട്. ഇപ്പം മിഡ് വെസ്റ്റിലാണ് കുറച്ചുകൂടെ ആളുകളുള്ളത്. ഒരു കാലത്ത് ന്യൂയോർക്കിലായിരുന്നു, പക്ഷേ അതിപ്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും IPCയുടെ പഴയകാല സഭകളൊക്കെ ന്യൂയോർക്കിലുണ്ട്. ഇപ്പോഴും വളരെ ശക്തമാണ്. സഭകൾ ശക്തമാണ്. അതെ, വളരെ ശക്തമായ ഒരു അടിത്തറ ഉണ്ടാക്കാൻ IPCക്ക് സാധിച്ചതും ഈ ന്യൂയോർക്കിലെ സഭകൾക്കാണ്. ന്യൂയോർക്കിലാണ് ആദ്യം ആരംഭിച്ചത്. അതിനുശേഷമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അതൊക്കെ വ്യാപിച്ചത്. ഇപ്പം പക്ഷേ ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു റീജിയൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ നമ്മൾ രാഷ്ട്രീയം പറയേണ്ട കാര്യമില്ല, പറയുന്നതും ശരിയല്ല. എങ്കിൽ പോലും സഭയുടെ ഇപ്പോഴത്തെ പോക്കിനെ കുറിച്ചും അത് നിരാശയുണ്ടോ? IPCയുടെ ഇപ്പോഴത്തെ പോക്ക് അനുസരിച്ച് എനിക്ക് വളരെ നിരാശയാണുള്ളത്. എനിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനൊക്കുള്ളൂ. എന്നാൽ ലീഡർഷിപ്പിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിലരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇത് ചില വ്യക്തികളിലാണ് ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഇത് മുഖാന്തരം അനേക പാവപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരും വിശ്വാസികളും വളരെ കഷ്ടപ്പെടുന്നുണ്ട്. അവർ കണ്ണീരോട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ വിശ്വാസം തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയും കണ്ണീരും ദൈവം കണ്ട് ഒരു ദിവസം ഇതിനെല്ലാം വ്യത്യാസം വരുത്തുമെന്നുള്ള വലിയൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ചില വ്യക്തികളുടെ ഈഗോ മാത്രമാണ് ഇതിനകത്തെ വിഷയം, അല്ലാതെ കാതലായ വിഷയങ്ങളൊന്നുമില്ല, ഉപദേശപരമായ വിഷയങ്ങളൊന്നുമില്ല, അടിസ്ഥാനപരമായ മറ്റു വിഷയങ്ങളൊന്നുമില്ല. വളരെ നിസ്സാരമായ ചെറിയ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് IPCയുടെ ലീഡർഷിപ്പിലിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് വിരോധമൊന്നുമില്ല പേഴ്സണലായിട്ട്. പക്ഷേ അവരുടെ പോളിസി എനിക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ല. നിർബന്ധമായിട്ടും ചേഞ്ച് ചെയ്തേ പറ്റത്തുള്ളൂ. അവരുടെ കഴിഞ്ഞ കാലങ്ങളെ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നടന്ന ഫ്രോഡ് ഇത്യാദി കാര്യങ്ങളൊക്കെ മുൻപാകെ ദൈവവചനപ്രകാരം നമ്മുടെ ഒരു ധാർമ്മികമായ ഒരു കരുത്ത് ചോർത്തിക്കളയുന്ന സഭയുടെ അത് ദൈവമുൻപാകെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇത് ആദ്യകാലങ്ങളിൽ ദൈവം കൊടുത്ത ഒരു ദർശനത്തോടുകൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമല്ലേ, പിന്നെ ഇത്രയും വളർന്നൊരു പ്രസ്ഥാനമല്ലേ, ആയിരക്കണക്കിന് ആളുകളുടെ ചോരയും വിയർപ്പും ഉള്ളതാണ്. തീർച്ചയായും അവരുടെ ദർശനത്തോടുകൂടി ആരംഭിച്ച ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ദൈവം ഇതിനെന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കും, മാറ്റം വരുത്തും എന്നുള്ള ചിന്തയാണ് എനിക്ക്. IPCയുടെ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം വരുത്തണം, വരുത്തിയേ മതിയാകുള്ളൂ. ദൈവം അത് ചെയ്യും. എനിക്ക് തോന്നുന്നു അധികം താമസിയാതെ ദൈവത്തിൻ്റെ പ്ലാനിൻ പ്രകാരം എന്തെങ്കിലും വരുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവം ഇടപെടുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് ഒത്തിരി മുറിവുണ്ടാക്കുന്നത്. അത് മുറിവ് വരട്ടെ, വന്നാൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് മുറിവ് വരുന്നത് മുറിവ് ചിലപ്പോൾ നമുക്ക് വരുന്നത് നമ്മൾ നേരെയാകാനായിരിക്കും. നമ്മളെ അത് ദൈവം ശിക്ഷിച്ച് തള്ളിക്കളയാൻ വേണ്ടിയല്ല. നമുക്ക് മുറിവുണ്ടാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ ചെയ്ത തെറ്റ് നമ്മൾ ഓർക്കുന്നത്. അപ്പം നമുക്ക് യഥാസ്ഥാനപ്പെടാനും മനസ്താപപ്പെടാനും ഒക്കെ ഉള്ളൊരവസരം ദൈവം തരുന്നതാണെന്ന് കണ്ടാൽ മതി. നമ്മൾ ആ വിഷയം അധികം സംസാരിക്കുന്നില്ല. എന്നാൽ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർ E.T. എബ്രഹാം നല്ലൊരു എഴുത്തുകാരനാണ്, നന്നായിട്ട് എഴുതാൻ കഴിവുള്ള ആളാണ്. ലേഖനങ്ങളൊക്കെ ഒത്തിരി ഞാൻ വായിച്ചിട്ടുണ്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അവസാനം വായിച്ച പുസ്തകം എന്ന് പറയുന്ന ക്രീഡ് എന്ന പുസ്തകമാണ്. പുസ്തകങ്ങൾ എല്ലാം എനിക്കറിയത്തില്ല, എങ്കിലും എഴുത്ത് എപ്പോഴാണ് ആരംഭിച്ചത്? എഴുത്തിനോടുള്ള ഒരു എഴുത്ത് ആരംഭിച്ചത് ഞാൻ മർത്തോമ സഭയിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച മർത്തോമയിലെ യുവജനങ്ങളുടെ ഇടയിൽ ഒരു മാഗസിനുണ്ട്, യുവദീപം. അതിലാണ് ആദ്യം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യം എഴുതി തുടങ്ങി. ക്രിസ്തു കുടുംബ പരിധിയിൽ എന്ന് പറഞ്ഞൊരു ലേഖനമാണ് ഞാൻ ആദ്യം എഴുതി. ഓർമ്മയുണ്ട്. ആ ലേഖനം എഴുതി. കാരണം മർത്തോമ സഭയിൽ യുവദീപത്തിലൊക്കെ എഴുതുന്നവരെന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരായ അച്ഛന്മാരൊക്കെ എഴുതും.
അപ്പോൾ ഞാൻ എഴുതി അയച്ചപ്പം തീരുമാനിച്ചു ഇത് ഒരിക്കലും വെളിച്ചത്ത് വരത്തില്ല, വെളിച്ചം കാണത്തില്ലെന്ന ചിന്തയിൽ അയച്ചത്. പക്ഷേ അധികം താമസിയാതെ അത് വന്നു. അതെനിക്ക് വലിയ എൻകറേജ്മെൻ്റ് ആയിരുന്നു, ആവേശമായിരുന്നു. അപ്പം പിന്നെ ഞാൻ ഇനി എഴുതിയാൽ ഇനിയും ഇടാൻ സാധ്യതയുണ്ടെന്നുള്ള ചിന്ത എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പിന്നെ മാർത്തോമാ സഭയിൽ എഴുതിയിട്ടില്ല, യുവദീപത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് 1986 ഞാൻ KV പിള്ളയുടെ അവിടെ അമേരിക്കയിൽ നിന്ന് വന്ന സമയത്ത് നമ്മുടെ VM മാത്യു സാറിനെ അവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ഞാനവിടെ ചില യോഗങ്ങൾക്ക് വേണ്ടി വന്നതാണ്. മാത്യു സാർ അവിടെ യോഗങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ സാറാണ് എന്നോട് പിന്നെ ഗുഡ് ന്യൂസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എഴുതണം, എഴുതിയ ഗുഡ് ന്യൂസ് ഞങ്ങൾക്ക് ലേഖനം ഇടാം എന്നൊക്കെ പറഞ്ഞു. അതാണ് എനിക്ക് പിന്നീട് ഒരു പ്രേരണ. VM മാത്യു സാർ അടുത്ത സ്നേഹിതനായിരുന്നു, അടുത്ത സ്നേഹിതൻ്റെ മൂത്ത സഹോദരനായിരുന്നു. അപ്പോൾ എന്നിൽ ഉറങ്ങിക്കിടന്ന ആ എഴുത്തിനുള്ള ആ വാസന പിന്നെ ഉണർത്തിയത് VM മാത്യു സാറാണ്. പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി, അവർ ലേഖനങ്ങൾ ഇടാൻ തുടങ്ങി. പക്ഷേ ഞാൻ വലിയൊരു എഴുത്തുകാരനല്ല, അങ്ങനെ ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. എന്നെക്കാളും എഴുതാൻ കഴിവുകളും പ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ മാക്സിമം പ്രയോജനപ്പെടണം എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അല്ലാണ്ട് എൻ്റെ പേര് വരണമെന്ന് വെച്ച് ഞാൻ ഒരിക്കലും എഴുതാറില്ല. ഞാൻ എപ്പോഴും എഴുതുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു വലിയ ജനസമൂഹത്തെ കണ്ടുകൊണ്ടാണ് എഴുതുന്നത്. അവരെ മുന്നേ കാണും ഞാൻ. അവർക്ക് വേണ്ടിയാണ് സാധാരണ എഴുതാറുള്ളത്. അല്ലാണ്ട് ചുമ്മാ ഇരുന്ന് ഒരു ആർട്ടിക്കിൾ എഴുതുകയല്ല. എപ്പോഴും എഴുതുമ്പോഴും എൻ്റെ മുൻപിൽ ഒരു ജനസമൂഹമുണ്ട്, അവർക്കിത് പ്രയോജനപ്പെടണം. ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ അവർക്കിത് പ്രയോജനപ്പെടണം എന്നുള്ള ചിന്തയിലും ആഗ്രഹത്തിലുമാണ് ഞാൻ എപ്പോഴും എഴുതാറുള്ളത്. അത് ഇന്ന് വരെ ഗുഡ് ന്യൂസുകാരിട്ടിട്ടുണ്ട്. 100 കണക്കിന് ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസവും ഞാൻ എഴുതി, ഗുഡ് ന്യൂസിൽ എഴുതി. ചിലപ്പോഴൊക്കെ ഇനിയിപ്പം മതിയെന്ന് വെച്ചാലും പിന്നെ ഒരു പ്രേരണ വരും. ഇനിയിപ്പം ഞാൻ ഇന്ന് വയസ്സൊക്കെ ആയില്ലേ, ഇനിയിപ്പം എഴുതണ്ടെന്ന് വെച്ചാലും അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെയും പ്രേരണ വരും. അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എഴുതി ഇപ്പോൾ 6 പുസ്തകങ്ങൾ ഞാൻ എഴുതി പബ്ലിഷ് ചെയ്തു. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് എഴുതിയത് ദൈവത്തിൻ്റെ കയ്യെഴുത്തെന്ന് പറഞ്ഞ പുസ്തകം. അതിന് മുമ്പ് ആ ക്രീഡോ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കയ്യെഴുത്തെന്ന് പറയുമ്പോൾ ദൈവവചനം ഏതെല്ലാം പരിശോധനയിൽ കൂടെ കടന്നു പോയതിന് ശേഷമാണ് നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമായി ലഭിച്ചത് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് ദൈവം എഴുതിയ ഒരു പുസ്തകം എന്നുള്ള രീതിയിലല്ല എഴുതിയിരിക്കുന്നത്. ബൈബിൾ ഏതെല്ലാം പരിശോധനയിൽ കൂടെ കടന്നുപോയി, ആ പരിശോധന കടന്നു പോയതിന് ശേഷമാണ് ഒരു ബുക്കായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അതിനെക്കുറിച്ചാണ് എഴുതി. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ അച്ഛനെ അവസാനമായിട്ട് ഈ സ്വാധീനിച്ച വ്യക്തികൾ കാണുമല്ലോ ഈ ജീവിതത്തിനിടയിൽ, ഒത്തിരിയധികം സ്വാധീനിച്ചു, അങ്ങനെ എടുത്തു പറയാൻ ആരാ ഉള്ളത്? എന്നെ സ്വാധീനിച്ച വ്യക്തികൾ ഒന്ന് KV പിള്ളയാണ്, VM മാത്യു സാറുണ്ട്, CV മാത്യു സാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണണമെന്ന് താല്പര്യമുണ്ടായിരുന്ന 2 പേരുണ്ടായിരുന്നു. ഒന്ന് നെൽസൺ മണ്ടേല, 2 ഡെസ്മണ്ട് ടിറ്റു, ആംഗ്ലിക്കൻ ബിഷപ്പ്. ഇവരെ കാണണം താല്പര്യമുണ്ടായത് എന്നാണെന്ന് ചോദിച്ചാൽ, മണ്ടേല 27 വർഷം ജയിലിൽ കിടന്നു. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പം അദ്ദേഹം പറഞ്ഞ വാക്ക് ഐ ഫോർഗീവ് ദം, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കും, വെള്ളക്കാരോട് ക്ഷമിച്ചിരിക്കും. അതെന്നെ വളരെ ചിന്തിപ്പിച്ചു. 27 വർഷം ജയിലിൽ കിടന്ന വെള്ളക്കാർ പിടിച്ചിട്ട ആ വ്യക്തി ഇതെങ്ങനെ പറയാൻ കഴിയും? ഒരു വിശ്വാസിക്ക് അത് പലപ്പോഴും പറയാൻ കഴിയുകയില്ല. അദ്ദേഹം അത് പറഞ്ഞു. അന്ന് മുതൽ അദ്ദേഹത്തെ കാണണമെന്ന് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ സാധിച്ചില്ല. ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുണ്ട്, എന്നിട്ടും അത് സാധിച്ചില്ല. എന്നാൽ ഡെസ്മണ്ട് ടിറ്റുവിനെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തെ ഞാൻ
അവിചാരിതമായിട്ട് ഒരു എയർപോർട്ട് വെച്ചാണ് കാണുന്നത്. ഓ അത് ശരി. ആ എൻ്റെ ആഗ്രഹം അവിടെ വെച്ച് സാധിച്ചു. ഞാനിങ്ങനെ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു കുപ്പായമൊക്കെ ഇട്ട് ഒരാൾ ഇറങ്ങി വരുന്നു. നോക്കിയപ്പോൾ ഡസ്റ്റ്ബിൻ ചുറ്റുമാണ്. ഞാൻ അദ്ദേഹത്തെ അഭിമുഖീകരിച്ചു, കൈ കൊടുത്തു, ഹസ്തദാനം ചെയ്തു, അദ്ദേഹത്തോട് അല്പനിമിഷം സംസാരിച്ചു. എൻ്റെ ആഗ്രഹങ്ങൾ ഇതായിരുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എനിക്ക് വേണ്ടി അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എയർപോർട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കാണാൻ ഇടയായി തീർന്നു. അങ്ങനെ എന്നെ എന്നാൽ ഒത്തിരി സ്വാധീനിച്ച ഒരു വിഷയമാണ് നെൽസൺ മണ്ടേലയുടെ ജീവിതം. ആ ഫോർഗീവ്നെസ് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഇത്രയും വർഷം ജയിലിൽ കിടന്ന ഒരാൾ എങ്ങനെ ക്ഷമിക്കുന്നു എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ചത്. ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടോ ഇതുപോലെ? ഇനി ആഗ്രഹങ്ങൾ ഉണ്ട്. ഇന്നത്തെ ആഗ്രഹം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ സ്നേഹിക്കുകയും അതുപോലെ വളരെ എന്താ പറയുന്നത്, വളരെ സ്നേഹത്തോട് കാണുന്ന അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപാണ്. ട്രംപിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അത് എഴുത്തിലൂടെയും സാമൂഹ്യമായ ഇടപെടലുകളിലൂടെയും നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് ധാരാളം സഹായിക്കട്ടെ. താങ്ക് യു.